നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ട്രെയിൻ യാത്രകൾ എപ്പോഴും സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നവയാണ്. പുറം കാഴ്ചകളാണ് കൂടുതലായും ദീർഘദൂര യാത്രകളിൽ സംഭവിക്കുക. എന്നാൽ മുംബൈയിലെ ലോക്കൽ ട്രെയിനിൽ, ഇലക്ട്രിക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുറം കാഴ്ചകളെക്കാൾ കൂടുതലായി നമ്മൾക്ക് അനുഭവിക്കുന്നത് അകക്കാഴ്ചകളാണ്. കാരണം പുറക്കാഴ്ചകളിൽ കൂടുതലായിട്ട് ഒന്നും കാണാനില്ല. എല്ലാ സ്റ്റേഷനുകളും ഏകദേശം ഒരുപോലെ തന്നെയാണ്. സ്റ്റേഷനുകളിൽ നിറയെ ആൾക്കൂട്ടം ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റേഷനുകൾക്ക് ഇടയ്ക്കുള്ള ദൂരങ്ങളിൽ രണ്ട് വശങ്ങളിലും ഒരേ തരത്തിലുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് കാണുക. ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങൾക്ക് ഇടയിലായി ചില സ്ഥലങ്ങളിൽ ചോപ്പടികൾ അല്ലെങ്കിൽ കുടിലുകൾ മാത്രമുള്ള സ്ഥലങ്ങളും കാണാറുണ്ട്. ഇങ്ങനെയുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ നമ്മൾ മുംബൈ സിറ്റിയിലൂടെ സഞ്ചരിക്കുമ്പോൾ. എന്നാൽ അതിന് അകത്തെ കാഴ്ചകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ വരുന്ന ഹൈപ്പ് പ്രസ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. മുംബൈയിലെ ട്രെയിനിലെ വളരെയധികം തിരക്കാണ്. പീക്ക് അവേഴ്സ് അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം ജോലിക്കാരൊക്കെ പോകുന്ന സമയങ്ങളിൽ അതിൽ കയറി പറ്റുക എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നം തന്നെയാണ്. പ്രായമായവർക്കും ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളവർക്കും അതിനുള്ളിൽ കയറി പറ്റുക പ്രയാസം തന്നെയാണ്. ചെറുപ്പക്കാർക്കാണെങ്കിൽ എങ്ങനെയും പെട്ടെന്ന് ഇടിച്ചു തള്ളി കയറാം. കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ ഒരു കൂട്ടം ആളുകൾ ട്രെയിനിനുള്ളിൽ നിന്ന് വെളിയിൽ വരികയും വെളിയിൽ നിൽക്കുന്ന അത്രയും തന്നെ ആൾക്കാർ ട്രെയിനിനുള്ളിലേക്ക് കയറുകയും ചെയ്യുന്ന അത്ഭുതകരമായ പ്രവൃത്തി ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റും. ഇലക്ട്രിക് ട്രെയിനുകൾ 3 സെക്കൻഡ് മാത്രമേ അവിടെ നിർത്താറുള്ളൂ, സ്റ്റേഷനിൽ നിർത്താറുള്ളൂ. 3 മിനിറ്റ് മാത്രമേ സ്റ്റേഷനിൽ നിർത്താറുള്ളൂ. അതിനാൽ തന്നെ ഈ നിർത്തുന്ന സമയം അകത്ത് നിൽക്കുന്നവർ വെളിയിലിറങ്ങുകയും വെളിയിൽ നിൽക്കുന്നവർ അകത്ത് കയറുകയും വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ അപകടം സംഭവിക്കും. അതിനാൽ തന്നെ വളരെയേറെ പ്രാക്ടീസും ആരോഗ്യവും ഉള്ളവർക്ക് മാത്രമേ ഇതിന് സാധിക്കുന്നുള്ളൂ. നമ്മൾക്ക് കാഴ്ചകൾ കാണേണ്ടത് തിരക്കില്ലാത്ത സമയത്താണ്. ജോലിക്കാരൊക്കെ പോയി കഴിഞ്ഞ് ഉള്ള സമയങ്ങളിൽ ട്രെയിനുകളിൽ അധികം തിരക്കുണ്ടാകില്ല. ഉച്ച സമയം ഒക്കെ ആകുമ്പോൾ ഈ ട്രെയിനുകളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ധാരാളം കച്ചവടക്കാർ കയറും. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ സാധാരണയായി കയറുന്നത് ലേഡീസിന് ഉള്ള ഐറ്റംസ് വിൽക്കുന്ന കച്ചവടക്കാരാണ്. പണ്ടൊക്കെ ധാരാളം കച്ചവടക്കാർ ഉണ്ടായിരുന്നു. ഈയിടെയായി കച്ചവടക്കാർക്ക് ഐഡൻറ്റിറ്റി കാർഡും ഒക്കെ വേണ്ടി വരുന്നുണ്ട്. അതിനാൽ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ എല്ലാവിധ ആഭരണങ്ങളും കച്ചവടക്കാർ കൊണ്ടുവരും. മാല, കമ്മൽ, വളകൾ, തലമുടിയിൽ കുത്തുന്ന സ്ലൈഡുകൾ, ക്ലിപ്പുകൾ, തലമുടിയിലിടുന്ന ബാൻഡുകൾ, ലേഡീസിനുള്ള കർച്ചീഫ്, ലേഡീസിനുള്ള പേഴ്സുകൾ, പിന്നെ ചെറിയ ചെറിയ ബാഗുകൾ, പേഴ്സുകൾ, കീ ചെയിനുകൾ, ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ, പലതരത്തിലുള്ള പിന്നുകൾ, സേഫ്റ്റി പിന്നുകൾ, മുടിയിൽ കുത്തുന്ന പലതരത്തിലുള്ള സ്ലൈഡുകൾ, ഇങ്ങനെ പലവിധ സാധനങ്ങൾ. ഈ സാധനങ്ങളൊക്കെ ലേഡീസിന് വളരെയേറെ ആവശ്യമുള്ളതാണ്. ഡെയിലി യൂസിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇവ വാങ്ങുവാൻ വേണ്ടി മാത്രം ഒരു കടയിൽ കയറി ചെല്ലാനുള്ള സാവകാശമോ അതിനുള്ള താല്പര്യമോ ലേഡീസിന് ഉണ്ടാവില്ല. അത് നമ്മൾ ട്രെയിനിൽ ഇരിക്കുന്ന സ്ഥലത്ത്
ഈ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുന്നു. പലതരത്തിലുള്ള ആഭരണങ്ങളാണ് കൊണ്ടുവരിക. കല്ല് വെച്ചതും കല്ല് വയ്ക്കാത്തതും, മുത്തുകളുള്ളതും കിങ്ങിണിയുള്ളതും, ഏതെല്ലാം തരത്തിലാണ് ആഭരണങ്ങൾ ഉണ്ടാകുക. കമ്മലുകൾ, വളകൾ, മാലകൾ, നെക്ലേസുകൾ, അതുപോലെ തലയിൽ ചൂടുന്ന സ്ലൈഡുകൾ എല്ലാം വളരെയേറെ ഭംഗിയുള്ളവയാണ്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇന്ത്യയിലെ ആഭരണ നിർമ്മാണ തൊഴിലാളികൾക്ക് ഇത്രയേറെ വിവിധതരം ഡിസൈനുകൾ എവിടുന്നാണ് കിട്ടുക? കാരണം കച്ചവടക്കാർ കൊണ്ടുവരുന്ന സെറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഡിസൈനിലുള്ള ഒന്നിലധികം സാധനങ്ങൾ കാണാറില്ല. കമ്മലുകളുടെ ഒരു സെറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കമ്മലുകളിൽ എല്ലാം പലവിധ ഡിസൈനുകളാണ്. ഒരേ ഡിസൈനുകളിലുള്ള 2 സെറ്റ് കമ്മൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ കച്ചവടക്കാർ കൊണ്ടുവരിക. എന്ത് ഭംഗിയാണ് അതൊക്കെ കാണാൻ! നല്ല വെട്ടിത്തിളങ്ങുന്ന കമ്മലുകളും മോതിരങ്ങളും ഒക്കെ ഉണ്ടാകും അതിൻ്റെ കൂടെ. എങ്ങനെയാണ് ഈ വെട്ടിത്തിളങ്ങുന്ന കല്ലുകൾ കിട്ടുക എനിക്കറിയില്ല. അത് ഏതോ തരം ഗ്ലാസ് ആണ്. വില കൂടിയ കല്ലുകൾ ഒന്നുമല്ല, വില കൂടിയ സ്വർണ്ണാഭരണങ്ങളും അല്ല, തീരെ വില കുറഞ്ഞ മെറ്റൽ കൊണ്ടുള്ള ആഭരണങ്ങളാണ് ഈ കൊണ്ടുവരുന്നത്. അതിനകത്ത് തന്നെ ഇവയ്ക്കൊക്കെ വളരെ വിലക്കുറവാണ്, എന്നാൽ കാണാൻ അത്രയ്ക്ക് ഭംഗിയാണ് താനും. എൻ്റെ അത്ഭുതം, ഇതിന് മാത്രം ഉള്ള വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ ഈ നിർമ്മാണ തൊഴിലാളികൾക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഇന്ത്യയിലെ ആഭരണ തൊഴിലാളികളെ സംബന്ധിച്ചും ആഭരണ മേഖല വളരെയേറെ കൗതുകം നിറഞ്ഞതാണ്. വളരെയേറെ കൗതുകത്തിലുള്ള, വളരെയേറെ വ്യത്യാസങ്ങളുള്ള ഡിസൈനുകളിലുള്ള ആഭരണങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ, പ്രത്യേകിച്ചും നോർത്തേൺ ഇന്ത്യ. നോർത്ത് ഇന്ത്യയിലെ സ്ത്രീകൾ കൂടുതലായും ആഭരണങ്ങൾ ധരിക്കുന്നവരാണ്. ഒരിക്കൽ ഞാൻ ട്രെയിൻ യാത്ര ചെയ്തപ്പോൾ മുംബൈയിലേക്ക് നാട്ടിൽ നിന്ന് പോവുകയായിരുന്നു. ഏതോ ഒരു സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു കല്യാണ പാർട്ടി ഈ ട്രെയിനിൽ കയറി. ദൂരദേശങ്ങളിൽ കല്യാണം നടത്തുന്നവർ ട്രെയിനിലാണ് കല്യാണം കഴിഞ്ഞ് പോകാറ് പതിവ്. അങ്ങനെയുള്ള ഒരു കല്യാണ പാർട്ടിയാണ് ഞാൻ കണ്ടത്. വരനും വധുവും കുറെ അധികം ആൾക്കാരും ഉണ്ടായിരുന്നു. അതിൽ വധു അടക്കം പെണ്ണുങ്ങൾ എല്ലാം, സ്ത്രീകൾ എല്ലാം ഒരു കമ്പാർട്ട്മെന്റിലും ബാക്കിയുള്ള പുരുഷന്മാരെ വേറൊരു കമ്പാർട്ട്മെന്റിലും ആയിരുന്നു. അപ്പൊ ഈ സ്റ്റേഷനിൽ നിന്ന് ഇവര് ഒക്കെ കയറുകയായിരുന്നു ട്രെയിനിലേക്ക്. ഞാൻ ഇരുന്ന കമ്പാർട്ട്മെന്റിലാണ് ഈ സ്ത്രീകളെല്ലാം കയറിയത്. കൂട്ടത്തിൽ ഈ വധുവും ഉണ്ടായിരുന്നു. കല്യാണം അപ്പോൾ നടന്നതാണോ അതോ നേരത്തെ കഴിഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ വധുവിനെ കണ്ടാൽ വളരെയേറെ ഭംഗിയാണ്. എന്തുമാത്രം ആഭരണങ്ങളാണ്! കഴുത്തിലും കാതിലും, കൈകൾ നിറയെ വളകളും, മൂക്കിൽ മൂക്കുത്തിയും, നെറ്റിയിൽ വേറൊരു ആഭരണവും, അതുപോലെ തന്നെ കാലിൽ വലിയ ഒരു ചിലങ്ക പോലെ ഉള്ള ഒരു ചിലങ്കയും, ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ആഭരണങ്ങളാണ് ആ പെൺകുട്ടി ഇട്ടിരുന്നത്. വിലയുള്ള ഒരു സാധനവും ഇല്ല, സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. വില കുറഞ്ഞ വേറെ ഏതോ മെറ്റൽ ആണ്. നോർത്ത് ഇന്ത്യയിലെ വധുവാണ്, അതിനാൽ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആഭരണങ്ങളാണ്. അതിനോടൊപ്പം തന്നെ സീ ത്രൂ ആയിട്ടുള്ള സാരി. സീ ത്രൂ എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ കൂടെ നമ്മൾക്ക് മറുവശം കാണാൻ പറ്റുന്ന തരത്തിലുള്ള നൈസായിട്ടുള്ള സാരി. ഈ സാരി തലപ്പ് വെച്ച് മുഖം മൂടിയാണ് ഇരിക്കുക. നോർത്ത് ഇന്ത്യയിലെ സ്ത്രീകളൊക്കെ തന്നെയും അങ്ങനെയാണ്. അവർ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം സാരികൾ വാങ്ങുക. അവർ പുരുഷന്മാരുടെ മുന്നിൽ മുഖം കാണിക്കാറില്ല. മുഖം കംപ്ലീറ്റ് ആയിട്ട് ഈ സാരി തലപ്പ് വെച്ചിട്ട് മൂടിയിട്ടാണ് ഇരിക്കുക. അധികം നേരം ആ ട്രെയിന് അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം
അവിടെ കുറെ വിദേശികൾ ഉണ്ടായിരുന്നു. ആ സ്റ്റേഷനിൽ കുറെ വിദേശികൾ നിൽപ്പുണ്ടായിരുന്നു. യൂറോപ്പിൽ നിന്നുള്ള വിദേശികളാണ് ഇവർ. ഈ കല്യാണ പാർട്ടിയെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു എത്രയും നേരം, കൂടുതലായും ഈ പെൺകുട്ടിയുടെ അടുത്ത്. അവർക്ക് അതിനെ കണ്ടിട്ടും ഫോട്ടോ എടുത്തിട്ടും മതിയാകുന്നില്ല. ഈ പെൺകുട്ടി ഈ ട്രെയിനിനകത്ത് കയറി ഇരുന്ന് സൈഡ് സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ ഈ ട്രെയിനിന് വെളിയിലായി ഈ വിദേശികൾ വട്ടം ചുറ്റി നിന്നു. അവർക്ക് പെൺകുട്ടിയെ കണ്ടിട്ടും മതി വരുന്നില്ല. എന്തുമാത്രം ഭംഗിയാണ് ഇതിൻ്റെ ആഭരണങ്ങളും അതിൻ്റെ വസ്ത്രധാരണ രീതിയും ഒക്കെ കാണാൻ. ഇത് കാണാനാണ് ആ വിദേശികൾ അതിനെ ചുറ്റിപ്പറ്റി നിന്നത്. അങ്ങനെ ട്രെയിൻ പോകുന്ന സമയം വരെ ഇവർ അവിടെ തന്നെ നിന്നു, ഈ പെൺകുട്ടിയെ കണ്ട് ആസ്വദിച്ചു നിന്നു. ഞാൻ അപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ പറയുന്ന ആസ്വാദനം എനിക്കും ഉണ്ടായി. കാരണം പെൺകുട്ടിയുടെ കഴുത്തിലും കാതിലും കയ്യിലും കാലിലും ഒക്കെ കിടക്കുന്ന ആഭരണങ്ങളിലാണ് ഞാനും നോക്കുന്നത്. എന്ത് വലിപ്പത്തിലും ഭംഗിയിലും ഉള്ള ആഭരണങ്ങളാണ്. കിങ്ങിണിയുള്ളതും കിങ്ങിണി ഇല്ലാത്തതും, മൂക്കിൽ വലിയ വളയത്തിലൊരു മൂക്കുത്തിയും അതിൽ നിന്ന് കിങ്ങിണി പോലെ തൂങ്ങി തലമുടിയിലേക്ക് കെട്ടുന്ന ഒരു വേറൊരു അതിൻ്റെ ഒരു ഭാഗവും, ഇതിനെല്ലാം മൂടി തലയിൽ കൂടി അത് ഇട്ടിരിക്കുന്ന അതിൻ്റെ സാരി തലപ്പും എല്ലാം കൂടെ അതിനിടയ്ക്കൂടെ ഒരു മുഖത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ മറ്റുള്ളവർക്ക്. ആ സമയം കുറെ ആണുങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവർ അടുത്ത കമ്പാർട്ട്മെന്റിൽ നിന്നും ഇങ്ങോട്ട് വന്നു ഇവരെ കാണാൻ വേണ്ടി. ഈ സമയം പെട്ടെന്ന് ഈ പെൺകുട്ടി ഈ സാരി തലപ്പ് വെച്ച് മുഖം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മൂടി. അങ്ങനെ മൂടി ഇട്ട് എന്ന് വെച്ചാൽ തന്നെയും എന്തു ഭംഗിയാണ് ഇന്ത്യൻ സ്ത്രീകളെ കാണാൻ. പ്രത്യേകിച്ചും ഇവരുടെ ഈ ആഭരണങ്ങളും ഇന്ത്യൻ ആഭരണങ്ങളും എല്ലാം അണിഞ്ഞുള്ള ഇന്ത്യൻ സ്ത്രീകളെ കാണാനുള്ള ഭംഗി. ഇത് കാണാൻ വേണ്ടിയിട്ട് വിദേശികൾ അവിടെ നിന്നും മാറാതെ നിന്നതിന് വേറെ കാരണമൊന്നും ഉണ്ടാവില്ലല്ലോ. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.